9 വർഷം മുമ്പ് തൃശൂരിൽ നടന്ന കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്തനംതിട്ട കോന്നിയിലെ മേഘ മനോജിന്റെ അനിയത്തി അനഘ മനോജ് ഇത്തവണ അതേ തട്ടകത്തിൽ മത്സരിച്ച് നേട്ടം കൊയ്തിരിക്കുകയാണ്. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനഘ അമ്മയും സ്വന്തം വിദ്യാലയത്തിലെ അധ്യാപികയുമായ ശ്രീജിക്കൊപ്പമാണ് ഇത്തവണ കലോത്സവത്തിന് എത്തിയത്. പ്രിയ ASന്റെ ജാഗരൂക എന്ന കഥയാണ് അനഘ മോണോ ആക്ട് വേദിയിൽ അവതരിപ്പിച്ചത്. 9 വർഷം മുൻപാണ് തൃശ്ശൂരിൽ ഇതിനു മുൻപ് സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറിയത്. അന്ന് പത്തനംതിട്ട കോന്നിയിൽ നിന്നും ഒരു മിടുക്കി മേഘ മനോജ് എന്ന് പറയുന്ന മിടുക്കി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി ഇവിടെ തൃശ്ശൂരിലെത്തിയിരുന്നു. 9 വർഷങ്ങൾക്കിപ്പുറം അതേ മേഘയുടെ അനിയത്തി അനഘ മനോജ് ഇത്തവണ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മോണാക്റ്റിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ അനഘ പത്തനംതിട്ട ജില്ലാ കലോത്സവത്തിൽ മികച്ച നാടക നടി കൂടിയായിരുന്നു. അനഘ ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. അനഘ കോന്നിയിൽ ഏതാ സ്കൂള്? ഞാൻ റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. എത്രാം ക്ലാസ്സിലാണ്? ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. ആദ്യമായിട്ടല്ലേ കലോത്സവത്തിന്? സ്റ്റേറ്റ് കലോത്സവത്തിന്. ഇത്തവണ ഏതിലൊക്കെ മത്സരിച്ചു? ഞാൻ ഇംഗ്ലീഷ് സ്കിറ്റും മോണോ ആക്ടും. രണ്ടിന്റെ റിസൾട്ട് A ഗ്രേഡ്. എന്നിട്ട് ആ സന്തോഷം ഒന്നും കാണുന്നില്ല. അത് പ്രകടിപ്പിക്കായിട്ടല്ലേ? ഈ മോണാക്ട് വേദിയിലെ ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അത് ഒരു പ്രമുഖ എഴുത്തുകാരിയുടെ ഒരു കഥയാണ്. അത് ഏത് എഴുത്തുകാരി, ഏത് കഥ? പ്രിയ ASന്റെ ജാഗരൂക എന്ന് പറഞ്ഞ ചെറുകഥ. അത് എടുത്തപ്പോൾ ആരായി ഒരു ചെറുകഥയ്ക്ക് ഒരു മോണോ ആക്ടിൻ്റെ ഒരു പുനരാവിഷ്കാരം നടത്തിയാൽ? നൂറിനാട് സുകുമാഷാണ് അത് എഴുതിയത്. എന്നെ പഠിപ്പിച്ചത് പ്രേം വിനായക് എന്ന് പറഞ്ഞ സാറാ മോണോ ആക്ട് പഠിപ്പിച്ചത്. ഇത് ടീച്ചറാണോ അമ്മയാണോ? ടീച്ചറുമാണ്, എൻ്റെ അമ്മയാണ്. ടീച്ചർ അമ്മയാണ്? ടീച്ചർ അമ്മ. അതെ, സ്വന്തം അമ്മയാണ്. സ്വന്തം ടീച്ചറാണോ? ടീച്ചറല്ല, പഠിപ്പിക്കുന്നില്ല. ജീവിതമേ പഠിപ്പിക്കുന്നു. ജീവിതം പഠിപ്പിക്കുമ്പോൾ എങ്ങനെ തോന്നി? ജീവിതം പഠിപ്പിക്കുമ്പോൾ ഇച്ചിരി പാടാ. അതിലൊന്നും നല്ല സ്കൂളിൽ പഠിപ്പിക്കായിരുന്നു. അമ്മ പഠിപ്പിക്കാൻ വരണ്ട എൻ്റെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞോണ്ടാ ആ ക്ലാസ് എടുക്കാഞ്ഞത്. ഈ അമ്മേ അവിടെ സ്കൂളിൽ പഠിക്കാണല്ലോ, അപ്പൊ സഹപാഠികളെ അമ്മ പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഈ സഹപാഠികൾ അമ്മയെ കുറിച്ച് എന്താ പറയുന്നത്? അമ്മ വല്ലാത്തൊരു ആ ക്ലാസ്സിലൊന്നും വരല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും എന്നോട് പറയാറില്ല. കാരണം പറയുവാണെങ്കിൽ ഞാൻ ശ്രീജാമ്മയോട് പറയുന്നറിയാം. അതുകൊണ്ട് എന്നോടൊന്നും പറയാറില്ല. അപ്പൊ ഫ്രണ്ട്സ് കുറവേ? അല്ലല്ല, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അല്ല, അവളെ പറയത്തുള്ളൂ ഞാൻ ഭയങ്കരയാണെന്ന്. പക്ഷെ പിള്ളേരെ അറിയാം പാവാണെന്ന് പറയും. പിള്ളേരാണ് ബെറ്റർ. എന്തായാലും ഇപ്പൊ മേഘ എന്ത് ചെയ്യുന്നു? മേഘ ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ കലോത്സവത്തിൽ അന്ന് തിരുവാതിരയിലൊക്കെ ആയിരുന്നില്ല പങ്കെടുത്തത്. മേഘ പിന്നീട് ഓഡിയോളജി ബാംഗ്ലൂരിൽ പഠിച്ചു. ഇപ്പം അയർലൻഡിൽ MSc എടുക്കാൻ പോയിരിക്കുക. അതിന്റെ മേഘ അയർലൻഡിൽ നിന്നും കല തുടരണം കേട്ടോ, ഇത് കാണുമ്പോൾ അല്ലേ? അതെ. പിന്നെ അനഘ ഇനിയിപ്പോ എന്താ ലക്ഷ്യം? ഇനിയും ഭാവിയിൽ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു കലാ ഡോക്ടറായി മാറട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പം ടീച്ചറാണ്, അമ്മയാണ്, ടീച്ചർ അമ്മ വീണ്ടും മറ്റൊരു മകളുമായി എത്തിയിരിക്കുക. സ്വന്തം മകളാട്ടോ. അതായത് ഇവരുടെ മൂത്ത മകളാണ് 9 വർഷം മുൻപ് ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് നേട്ടം കൊയ്ത മേഘ. ഇത്തവണ അനഘയും. രണ്ടുപേരും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.